വടവുകോട് പുത്തൻകുരിശിൽ UDF ആവശ്യപ്പെടാതെ തന്നെ പിന്തുണ നൽകിയതാണ്. ഒരു കാര്യം പറയാം, ഈ പറയുന്ന പഞ്ചായത്തുകളിലെ മെമ്പർമാർ വളരെ ചുരുക്കം മാത്രമേ 2020 നിൽക്കുകയുള്ളൂ. 2020 സഖ്യം അവർ BJP പക്ഷത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അന്നേരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉചിതമായ തീരുമാനം എടുത്തിരിക്കും. ഞങ്ങൾ ആ കാര്യത്തിലൊന്നും അധികാരത്തിൻ്റെ പിറകെ കടിച്ചു തൂങ്ങുന്നവരല്ല. അതുകൊണ്ട് ആ പിന്തുണ നൽകിയ ഈ വടവോട് പുത്തൻകുരിശ് മാത്രമല്ലല്ലോ, മഴുവന്നൂർ പഞ്ചായത്തിൽ 2020 LDF വോട്ട് ചെയ്തില്ലേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പിൽ? അതെന്താ വർഗീസ് കുട്ടി പറയാത്തത്? അപ്പം മഴുവന്നൂർ പഞ്ചായത്തിൽ 2020 LDFിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് വോട്ട് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയും ഇത് മാത്രം പറയുകയും ചെയ്യുന്നത് അത് ശരിയല്ല. ഞങ്ങൾ കോൺഗ്രസിൻ്റെ തീരുമാനം അതിൻ്റെ അകത്തൊക്കെ കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്, എടുക്കേണ്ട സമയത്ത് കൃത്യമായി എടുത്തിരിക്കും. ശരിയാണ്. എങ്ങനെ അല്ല, അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനം അവിടെ ഉണ്ടായിരിക്കും. അത് വാങ്ങിയത് എന്താണെന്നും പുള്ളി ഫേസ്ബുക്കിൽ ഇട്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല. BJPയിലേക്ക് പോയതിൻ്റെ പിന്നിൽ ഒട്ടനവധി ഈ കാരണങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടാണല്ലോ ഇപ്പോൾ BJP മുന്നണിയിൽ പോയി ചാടിയത്. അപ്പോൾ അദ്ദേഹം ഇനി ശക്തി കാണിക്കാൻ വേണ്ടി ഈ കുന്നത്ത് നാട്ടിലെ സാധാരണ വോട്ടർമാരെ ഒന്നും കിട്ടണമെന്ന് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്പനി തൊഴിലാളികളെയൊക്കെ വെച്ചുകൊണ്ട്, ഭായിമാരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ശക്തി പ്രകടനം ഇനി നടത്തുമായിരിക്കും. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. 2020 BJP എന്നൊരു ലേബലിലല്ലല്ലോ അവർ മത്സരിച്ചേ. 2020 ഒറ്റ കക്ഷിയായിട്ട് നിന്നല്ലേ മത്സരിച്ചേ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ 2020യിൽ നിന്നും സാമ്പത്തിക ആനുകൂല്യങ്ങൾ പറ്റുന്നവർ മാത്രമേ ഇപ്പോൾ അവിടെ ഒട്ടു നിൽക്കുന്നുള്ളൂ. അല്ലാത്ത ആളുകൾ, ഇതൊരു നല്ല സംഘടനയെന്ന് തോന്നി പ്രവർത്തിക്കുന്ന റിട്ടയർ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, പലതരത്തിലുള്ള ആളുകൾ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഒരു നല്ല സംഘടനയാണ്, നല്ലത് ചെയ്യുമെന്ന് കരുതി ചേർന്നവരാണ്. അവരൊക്കെ തിരിച്ച് റിവേഴ്സ് അടിച്ചു പോന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ശമ്പളം കിട്ടുന്ന അല്ലെങ്കിൽ താൽക്കാലികമായി സാമ്പത്തിക ലാഭം കിട്ടുന്ന കുറേ ആളുകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരിൽ പോലും മനംമാറ്റം വന്നിരിക്കുകയാണ്. അവരിൽ പലരും മാറി വരും. ഇപ്പം നാസർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെങ്ങോല ഡിവിഷനിലായിരുന്നു. ആ വെങ്ങോല ഡിവിഷനിലെ PA നാസർ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം 2020യിൽ നിന്ന് രാജിവെച്ചു എന്നുള്ളത്. അത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് വരാൻ പറ്റാത്തത്. അദ്ദേഹം ദൂരെ ഒരു സ്ഥലത്താണ്, അതിലായിരുന്നെങ്കിൽ വന്നേനെ എന്ന് പറഞ്ഞു. അപ്പോൾ PM നാസർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, PM നാസർ 10,000 വോട്ടിന് ജയിച്ച സ്ഥലത്താണ് ഈ പ്രാവശ്യം അതേ ഡിവിഷനിൽ UDF സുമയ്യ 5000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. കോലഞ്ചേരി ഡിവിഷൻ 2020 ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്? അപ്പോൾ 2020യിൽ നിന്നും എല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം പൊക്കോണ്ടിരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി മാത്രമാണിത്. പക്ഷേ ആ പിടിവള്ളിയിൽ പിടിച്ചാൽ സാബു M. ജേക്കബ് ഒരിക്കലും ഈ പ്രാവശ്യം രക്ഷപ്പെടില്ല. താൽക്കാലികമായി കുറച്ച് ദിവസത്തേക്ക് പിടിച്ചു നിൽക്കാം. ആത്യന്തികമായി അവരോടൊപ്പം നിന്നിരുന്ന ആളുകൾ, ഇവിടാണല്ലോ അവരുടെ ബേസ് എന്ന് പറയുന്നത്, അതെല്ലാം ഒലിച്ചു പോകും. നാളെ ഒരു പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളാകാൻ പോലും 2020ക്ക് ആളുണ്ടാവില്ല. V4 കൊച്ചിയുടെ സ്ഥിതി എന്തായി ഈ പ്രാവശ്യം? V4 കൊച്ചിക്ക് കൊച്ചിൻ കോർപ്പറേഷനിൽ ഒരു സീറ്റിലെങ്കിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ കിട്ടിയോ ഈ പ്രാവശ്യം? ഈ അതേ സ്ഥിതി തന്നെ ഈ 2020ക്ക് വരും ദിവസങ്ങളിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കൃത്യമായി പറയാനുള്ളത്.